നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പല ജില്ലകളിലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. 4 മരണമാണ് ഈ ഒരു മണിക്കൂർ വരെയും കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലും രാവിലെ മുതൽ ശക്തമായ മേഘസ്ഫോടനം ഉണ്ടാകുന്നുണ്ട്. വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും നാശനഷ്ടങ്ങൾക്കും ഇത് കാരണമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അവിടെ നിന്ന് വരുന്ന വാർത്തകളും ദൃശ്യങ്ങളും അതിഭയാനകമാണ്. ജില്ലയിലെ ചത്രൂ മേഖലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തെ തുടർന്നും നിരവധി വാണിജ്യ സ്ഥാപനങ്ങൾക്കും കടകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി അധികൃതർ അറിയിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഭരണകൂടം രക്ഷാപ്രവർത്തനങ്ങളും റോഡ് പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ഊർജിതമാക്കിയിരിക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ച കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇതുവരെ ജീവഹാനി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണെന്നും വ്യക്തമാക്കി. മേഘസ്ഫോടന വിവരം ലഭിച്ച ഉടൻ തന്നെ കിഷ്ത്വാർ ജില്ലാ മജിസ്ട്രേറ്റ് പങ്കജ് കുമാർ ശർമ്മയുമായി ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയതായും അദ്ദേഹം എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. ചില വാണിജ്യ സ്ഥാപനങ്ങൾക്കും കടകൾക്കും കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും ദുരിതബാധിതർക്ക് സർക്കാർ ഉചിതമായ നഷ്ടപരിഹാരം നൽകുമെന്നും ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. ദുരന്തബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനുള്ള മുൻകരുതൽ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ചസോട്ടി മേഖലയിൽ ഉണ്ടായ മേഘസ്ഫോടനത്തിന്റെ അനുഭവം പരിഗണിച്ച് കിഷ്ത്വാർ, മച്ചിൽ മേഖലകളിൽ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ അത്യാധുനിക ഏർലി വാർണിംഗ് സിസ്റ്റം സ്ഥാപിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടൊപ്പം പാടാർ മേഖലയിൽ ഒരു ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൽ ഈ സംവിധാനങ്ങൾ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. മേഘസ്ഫോടനത്തെ തുടർന്നുണ്ടായ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലും ചെളിയും പാറകളും പ്രധാന റോഡുകളിലേക്ക് ഒഴുകിയെത്തിയതോടെ പ്രധാന പാതയിലെ 4 ദിശകളിലുമുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചു. റോഡ് വൃത്തിയാക്കുന്നതിനും ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുമായി ഭരണകൂടം അടിയന്തര നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം രജൌരി ജില്ലയിലെ ജൂലൈ 19-നുണ്ടായ കനത്ത മഴയും മേഘസ്ഫോടനം സൃഷ്ടിച്ച പ്രതിസന്ധിയും ഇപ്പോഴും തുടരുകയാണ്. അന്നുണ്ടായ ദുരന്തത്തിൽ തന്നമാടി DKG ബുഫിയാസ് റോഡിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിർമ്മിച്ച ഈ പ്രധാന റോഡിന്റെ നിരവധി ഭാഗങ്ങൾ ഒലിച്ചു പോവുകയും പാലങ്ങളും മരങ്ങളും തകർന്നു വീഴുകയും ചെയ്തിരുന്നു. നിലവിൽ വാഹനങ്ങൾ ബിംബർ ഗാലി വഴിയാണ് തിരിച്ചുവിടുന്നത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിലെ വിവിധ മലയോര മേഖലകളിലും ഭരണകൂടം അതീവ ജാഗ്രത തുടരുകയാണ്. അതിതീവ്ര മഴ സാധ്യത മുന്നിലുണ്ടായിട്ടും ഇത്തവണയും സംസ്ഥാനത്ത് മുന്നറിയിപ്പുകളും മുന്നൊരുക്കങ്ങളും പാളി. അതിതീവ്ര മഴ പെയ്തിറങ്ങിയ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നതും ഓറഞ്ച് അലേർട്ട് മാത്രമാണ്. ദുരന്തങ്ങൾ മുമ്പും നേരിട്ടിട്ടുള്ള മലയോര മേഖലകളിൽ പോലും മുന്നറിയിപ്പിനനുസരിച്ചുള്ള ജാഗ്രത ഉണ്ടായില്ല. അടുത്ത 24 മണിക്കൂർ കൂടി സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണം. പത്തനംതിട്ട ലാഹയിൽ 25 സെന്റിമീറ്റർ, ഇടുക്കി പീരുമേടും തൊടുപുഴയിലും 21 സെന്റിമീറ്റർ വീതം മഴയാണ് പെയ്തത്. 24 മണിക്കൂറിലൂടെ പെയ്തിറങ്ങിയ റെഡ് അലേർട്ടിനനുസരിച്ചുള്ള അതിതീവ്ര മഴ. ഇന്നലെ രാത്രി 9 മണിക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്ന മുന്നറിയിപ്പിൽ സംസ്ഥാനത്ത് എവിടെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല. രാത്രി 10 മണിക്ക് നൽകിയ തൽസ്ഥിതി മുന്നറിയിപ്പിലും ഓറഞ്ച് അലേർട്ട് മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. റെഡ് അലേർട്ടിന് സമാനമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് രാത്രി 11:15-നാണ്. പത്തനംതിട്ടയും ഇടുക്കിയും അടക്കമുള്ള ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ഇന്ന് രാവിലെ 7 മണിക്കാണ്. അപ്പോഴേക്കും പെരുമഴ പെയ്തിറങ്ങിയിരുന്നു. ആളുകൾ ദുരിതക്കയത്തിലായതിനു ശേഷം പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് പാളിപ്പോയി. ഓറഞ്ച് അലേർട്ട് എന്നാൽ ആക്ഷൻ എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ചട്ടത്തിൽ പറയുന്നത്. മുമ്പും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള കുട്ടിക്കലിലും 2018-ലെ പ്രളയത്തിൽ മുങ്ങിപ്പോയ റാന്നിയിലും അടക്കം തുടർച്ചയായി മഴ പെയ്തിട്ടും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനോ വേണ്ട മുൻകരുതൽ എടുക്കാനോ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിഞ്ഞില്ല. തൊടുപുഴ കുടയത്തൂരിലും NDRF സംഘത്തിന് പെട്ടെന്ന് എത്താനായി. എന്നാൽ ഉരുൾപൊട്ടലുണ്ടായ കോട്ടയത്ത് 3 ഇടങ്ങളിലും NDRF എത്തിയില്ല. പത്തനംതിട്ടയിലേക്കും NDRF എത്തിയപ്പോഴേക്കും വൈകി. ഇന്നലെ രാത്രിയോടെ തന്നെ പല പഠന ഏജൻസികളും മധ്യ കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു.
പ്രാദേശികമായി ശക്തമായ മഴ മുന്നറിയിപ്പ് ഏജൻസികൾ കൈമാറിയിരുന്നു. പക്ഷേ ദുരന്ത സാഹചര്യം മുൻകൂട്ടി കാണാൻ IMDക്കോ KSDMAക്കോ കഴിഞ്ഞില്ല. പത്തനംതിട്ട മലയോര മേഖലകളിൽ നിർത്താതെ മഴ പെയ്താൽ പമ്പയാർ കരകവിഞ്ഞൊഴുകി വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞും മുന്നൊരുക്കം നടത്തിയതുമില്ല. IMDക്ക് പുറമെ മറ്റ് ഏജൻസികളിൽ നിന്ന് കൂടി വിവരം ശേഖരിക്കുന്ന KSDMA എന്ത് മുന്നൊരുക്കമാണ് നടത്തിയതെന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. നാടിനെ തകർത്ത മുണ്ടക്കൈ ദുരന്തമുണ്ടായ 2024 എൽ നിനോ വർഷമായിരുന്നു. ഇതും എൽ നിനോ വർഷം. അപ്രതീക്ഷിത അതിതീവ്ര മഴ ദിവസങ്ങൾക്ക് എൽ നിനോ വർഷങ്ങളിൽ സാധ്യതയേറെയാണ്. അലേർട്ടുകൾക്ക് അതിതീവ്ര ജാഗ്രത വേണ്ട സംസ്ഥാനത്ത് ജില്ലാ ഭരണകൂടങ്ങൾക്കും ദുരന്ത നിവാരണ അതോറിറ്റിക്കും സംഭവിച്ചത് കുറ്റകരമായ അനാസ്ഥയാണ്. വയനാട് ജില്ലയിലും മഴ കനക്കുകയാണ്. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്രയ്ക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് കോഴിക്കോട്ടേക്കും തിരിച്ചുമുള്ള അത്യാവശ്യമില്ലാത്ത എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. വൈത്തിരി ലക്കിടി മേഖലകളിലും കഴിഞ്ഞ 24 മണിക്കൂറിൽ അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയത്. ചുരത്തിലൂടെ അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കൂ എന്നും ഭാരവാഹനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണം ഉണ്ടാകുമെന്നും വയനാട് ജില്ലാ കലക്ടർ DR മേഘശ്രീ അറിയിച്ചു. മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിലുണ്ടായ അതിശക്തമായ മഴയിലും ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ പരക്കെ ഉരുൾപൊട്ടലുണ്ടായി. അപകടങ്ങളിൽ 4 പേർ മരിക്കുകയും 2 പേരെ കാണാതാവുകയും